കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ സയനിസ്റ്റ് അധിനിവേശ ഇസ്രായേലിൻ്റെ ഭീകര സൈന്യം ഫലസ്തീനിൽ 4 ഫലസ്തീനികളെ കൊന്നുതള്ളിയിരിക്കുകയാണ്. അമേരിക്കയുടെ വാടക കൊലയാളിയായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ശക്തമായ ആക്രമണം ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വംശീയ ഉന്മൂലനമാണ് ഗാസയിലെ വംശീയ ഉന്മൂലനമാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. സയനിസ്റ്റ് ശക്തികൾ അമേരിക്കയുടെ ശക്തമായ പിൻബലത്തിലാണ് ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനികൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഗാസയിൽ വ്യോമാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി സാധാരണക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യും. വീടുകളും ജീവന് അത്യാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും വ്യാപകമായി നശിപ്പിക്കപ്പെടും. അതേസമയം അധിനിവേശത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം പതിവായി റെയ്ഡുകളും അറസ്റ്റ് നടപടികളും നടത്തുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ഫലസ്തീനികൾക്കെതിരായ ആക്രമണങ്ങളും ശക്തമാക്കുകയാണ്. ഫലസ്തീനികളുടെ വീടുകളും സ്വത്തുക്കളും എല്ലാം അവർ പൊളിച്ചു നീക്കുകയാണ്. അവശേഷിക്കുന്ന ഒലിവ് മരങ്ങൾ ഇസ്രായേലി സൈന്യം ബുൾഡോസറുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ക്രൂരമായാണ് ഇസ്രായേൽ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനീൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സുബൂബ എന്ന ഗ്രാമത്തിലാണ് ഇസ്രായേൽ സൈന്യം അവശേഷിക്കുന്ന ഒലിവ് മരങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ കാർഷിക ഭൂമികളെ ലക്ഷ്യമിട്ടിട്ടുള്ള വ്യാപകമായ ആക്രമണത്തിൻ്റെ ഭാഗമായാണ്